എല്ലാവർക്കും നമസ്കാരം. വിജയസ് വേഡിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പപ്പയ്ക്ക കൊണ്ടൊരു ഹലുവയാണ്. ഈ പപ്പയ്ക്ക ഞാൻ നട്ട മരത്തിൽ നിന്ന് തന്നെ പറിച്ചതാണ് പപ്പയ്ക്ക. അപ്പോൾ നമുക്കിതിന് അധികം പഴുക്കാൻ പാടില്ല. അപ്പം ഇതിന്ന് പകുതി നമുക്കൊന്ന് കട്ട് ചെയ്ത് തൊലി കളഞ്ഞെടുക്കാം. പിന്നെ അതിന് വേണ്ടുന്ന ചേരുവകളാണ് കശുവണ്ടി, ബദാം, ഈന്തപ്പഴം, ശർക്കര, നെയ്യ്, ഏലക്കാപ്പൊടി. അപ്പം നമുക്കിത് പകുതി കട്ട് ചെയ്ത് തൊലി കളഞ്ഞെടുക്കാം. അതിൽ തന്നെ നമുക്ക് പപ്പയ്ക്ക കട്ട് ചെയ്തെടുക്കാം. പപ്പയ്ക്ക ഇത് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതധികം പഴുക്കാൻ പാടില്ല. അപ്പം നമ്മൾ ഈ പരുവാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പം പപ്പയ്ക്ക ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് അധികം പഴുക്കാൻ പാടില്ല. അതാണ് ഇതിന് വെള്ളം കൂടുതലുള്ളതുകൊണ്ട് അധികം പഴുത്ത് പോയാൽ പിന്നെ വെള്ളമാണ്. അപ്പോൾ അതുകൊണ്ട് ശർക്കര ഞാൻ ഉരുക്കി എടുത്തിട്ടില്ല, കുറച്ച് ചീകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബദാമും കശുവണ്ടിയും ഒന്ന് ബദാമും കശുവണ്ടിയും കൂടെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തയ്യാറാക്കാൻ ഒരു പാത്രം അടുപ്പത്ത് വെക്കാം. നമുക്ക് അടുപ്പ് കത്തിച്ച് കൊടുക്കാം. അതിലേക്ക് 2 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. 2 ടേബിൾ സ്പൂണാണ് ഞാൻ ഒഴിച്ചത്. ഇതിലേക്ക് നമ്മൾ ചീകി വെച്ചിരിക്കുന്ന ശർക്കര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം പപ്പായത്തിൽ നല്ല വെള്ളം ഒഴുകിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈത്തപ്പഴം ഇട്ട് കൊടുക്കാം. ഈത്തപ്പഴം ഞാൻ ഒരു 10 എണ്ണം കീറി എടുത്ത് വെച്ചിട്ടുണ്ട്, ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം, ഒരു നുള്ളുപ്പ്, ടീസ്പൂണ് ഏലക്കപ്പൊടി. അപ്പോൾ ഇത് വെള്ളമെല്ലാം പറ്റി നല്ല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ബദാമും കശുവണ്ടിയും കൂടെ ഇട്ട് കൊടുക്കാം. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ മത്തങ്ങ ഇതേപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് പപ്പയ്ക്കയിലും ചെയ്യാം. പപ്പയ്ക്ക അധികം പഴുക്കാതിരിക്കുക, ഒരുപാട് പഴുത്ത് കഴിഞ്ഞാൽ അത് വെള്ളം പോലെ ആവും. അപ്പം നമ്മൾക്ക് ഇതേപോലെ പരുവത്തിനുള്ള പപ്പയ്ക്ക എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നല്ല ഹലുവ കിട്ടും. എല്ലാവരും ഇത് ടേസ്റ്റിയാണ്. കുഞ്ഞുങ്ങൾ പപ്പയ്ക്ക കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് കഴിക്കാൻ കൊടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മൾ സ്റ്റൗ ഓഫ് ആക്കുകയാണ്. അല്പം ഒന്ന് തിളക്കാം. നമുക്ക് സർവിങ് പ്ലേറ്റിലോട്ട് നീക്കാം. ഞാൻ പൊടിച്ച ബദാമും കശുവണ്ടിയും കുറച്ച് മാറ്റി വെച്ചിരുന്നു, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പപ്പയ്ക്ക ഹലുവ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുഞ്ഞുങ്ങൾക്കൊക്കെ പപ്പയ്ക്ക കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കാം. അവർ കഴിക്കുന്നത് അത്ര ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.